നല്ല പഴുത്ത നേന്ത്രപ്പഴം ഇരിപ്പുണ്ട് വീട്ടിൽ. എന്നാൽ ഇപ്പം തന്നെ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഹെൽത്തി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നേക്കുന്നത്. അതിനായിട്ട് 2 നേന്ത്രപ്പഴം പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് നല്ലപോലെ ഒന്ന് ഉടച്ച് കൊടുക്കണം. പിന്നെ ഏകദേശം 1 കപ്പോളം ഗോതമ്പ് പൊടിയും ഒരു 2-3 ഏലക്കായും 2 നുള്ളി ജീരകവും കൂടി നന്നായിട്ടൊന്ന് ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ തേങ്ങ കുറച്ച് കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട്. ഇതിന് കുറച്ച് കൂടുതൽ തേങ്ങ ചേർക്കുമ്പോഴാണ് കുറച്ച് കൂടുതൽ രസം ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് അതും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ എല്ലാം കൂടെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നല്ലൊരു വാഴല അങ്ങോട്ട് വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ഓരോ കഷ്ണങ്ങൾ ഇങ്ങനെ ചീന്തിയെടുക്കുക. ഓരോ ഉരുളകൾ ഇതേപോലെ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ആവിപാത്രത്തിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ആവി കയറ്റിയെടുത്താൽ നല്ല ടേസ്റ്റുള്ളൊരു ഹെൽത്തി സ്നാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ 4 മണി പലഹാരങ്ങളിൽ കിങ് എന്ന് പറയുന്നതായിരിക്കും അട. അപ്പോൾ ആ ഒരു അടയുടെ ഏകദേശം ഒരു വകഭേദത്തിൽ വരുന്ന ഒരു സ്നാക്കാണിത്. നല്ല ടേസ്റ്റാണ്. ഇനി ഒരു ഉച്ചമയക്കൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോൾ കട്ടൻ ചായയുടെ കൂടെ ഇതൊന്ന് കഴിച്ച് നോക്കിയാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.